ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. സംസ്ഥാനത്ത് UDF തരംഗം അലയടിച്ചപ്പോഴും ഒരിടത്ത് താമര വിരിഞ്ഞു. കേരളത്തിൽ UDF 20-ൽ 18 ജയിച്ചു കയറിയപ്പോൾ കേവലം ഒരു മണ്ഡലം മാത്രമാണ് ഇടതുപക്ഷത്തിന് നിലനിർത്താനായത്. എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച 20 MPമാരിൽ 18 പേരും കോടീശ്വരന്മാരാണ്. 1 കോടിയിലധികം ആസ്തിയുള്ളവരാണ് ഇവരെല്ലാവരും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറിയ ഈ കോടീശ്വരന്മാരായ സ്ഥാനാർത്ഥികളുടെ ആസ്തി എത്രയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവരിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായ ശശി തരൂരും വയനാടിന്റെ മണ്ണിൽ തരംഗം സൃഷ്ടിച്ച അവിടുത്തെ ജനങ്ങളുടെ മനസ്സ് കവർന്ന രാഹുൽ ഗാന്ധിയും തൃശൂരെടുത്ത NDA സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുമാണ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ കോടീശ്വരന്മാർ. ശശി തരൂരിന്റെ മൊത്തം ആസ്തി എന്ന് പറയുന്നത് 56.06 കോടിയും രാഹുൽ ഗാന്ധിയുടേത് 20.39 കോടിയും അതേസമയം സുരേഷ് ഗോപിയുടേത് 18.58 കോടി രൂപയുമാണ്. ആറ്റിങ്ങലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച അടൂർ പ്രകാശാണ് 18.09 കോടി രൂപ ആസ്തിയുമായി ഇവർക്ക് പിന്നിലുള്ളത്. വടകരയിൽ നിന്ന് മത്സരിച്ച ഷാഫി പറമ്പിലിന്റെ ആസ്തി 99.34 ലക്ഷവും LDFന്റെ ഏക MP സാന്നിധ്യമായ ആലത്തൂർ മണ്ഡലത്തിൽ നിന്നുമുള്ള മന്ത്രിയും മുൻ സ്പീക്കറുമായ K രാധാകൃഷ്ണന്റെ ആസ്തി 40.14 ലക്ഷവുമാണ്. കേരളത്തിൽ നിന്നുള്ള കോടീശ്വരന്മാരായ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ എണ്ണം 2009 മുതൽ വർദ്ധിച്ചു വരികയാണ്. ആ വർഷം 9 സ്ഥാനാർത്ഥികളായിരുന്നു കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നതെങ്കിൽ 2014 തിരഞ്ഞെടുപ്പിൽ അത് 39ആയി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 45ലേക്കും ആ കണക്കുകളെത്തി. ഈ വർഷം നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ 53 സ്ഥാനാർത്ഥികളാണ് 1 കോടിയിലധികം ആസ്തിയുള്ളവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടത്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ഫ്രാൻസിസിന്റെ ആസ്തി എന്ന് പറയുന്നത് 9.5 കോടി രൂപയാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ K സുധാകരൻ 6.29 കോടി ആസ്തിയുടെ ഉടമയാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി വിജയിച്ച KC വേണുഗോപാലിന്റെ ആസ്തി 3.6 കോടി രൂപയും ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ബെന്നി ബെഹനാന്റെ ആസ്തി 3.5 കോടി രൂപയുമാണ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വിജയിയായ ഹൈബി ഈഡന്റെ ആസ്തി 3.38 കോടി രൂപയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും വിജയിയുമായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ആസ്തി 3.2 കോടി രൂപയാണ്. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയും വിജയിയുമായ NK പ്രേമചന്ദ്രൻ 3.11 കോടി രൂപയുടെ ആസ്തിയുണ്ട്. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ വിജയിയായ MK രാഘവന്റെ ആസ്തി 2.49 കോടി രൂപയാണ്. അതേസമയം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വിജയിയായ MP അബ്ദുൾ സമദ് സമദാനിയുടെ ആസ്തി 2.19 കോടി രൂപയാണ്. ഇടുക്കി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും വിജയിയുമായ ഡീൻ കുര്യാക്കോസിന്റെ ആസ്തി 2.07 കോടി രൂപയാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ET മുഹമ്മദ് ബഷീറാണ് വിജയ്. 2.02 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ ആസ്തി 1.5 കോടി രൂപയാണ്. പത്തനംതിട്ട ജില്ലയിലെ UDF സ്ഥാനാർത്ഥിയും വിജയിയുമായ ആന്റോ ആന്റണിയുടെ ആസ്തി 1.24 കോടി രൂപയാണ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയും വിജയിയുമായ VK ശ്രീകണ്ഠന്റെ ആസ്തി 1.24 കോടി രൂപയാണ്. അതേസമയം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയാണ് LDFന് നേരിടേണ്ടി വന്നത്. ജൂൺ 1 പുറത്തുവന്ന മിക്ക എക്സിറ്റ് പോളുകളും കേരളത്തിൽ UDF തരംഗമായിരുന്നു പ്രവചിച്ചിരുന്നത്. അതോടൊപ്പം ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നും ഭരണകക്ഷിയായ LDF കനത്ത തിരിച്ചടി നേരിടുമെന്നൊക്കെ എക്സിറ്റ് പോൾ പ്രവചനമുണ്ടായിരുന്നു. ആ പ്രവചനങ്ങളെ ഒക്കെ ശരിവയ്ക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലവും. 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ 18 മണ്ഡലങ്ങളിൽ UDFന് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒരിടത്ത് മാത്രമാണ് LDFന് ലീഡ് നേടാനായത്. അതേസമയം BJPക്ക് ആദ്യ വിജയം നേടാനും സാധിച്ചു.
2019 തിരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റും നേടി ചരിത്ര വിജയം നേടിയത് UDF ആയിരുന്നു.